പലപ്പോഴും നമ്മൾ എന്താ പറയുക നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 70 വയസ്സിൻ്റെ അടുത്തുള്ള ആളാണ്. അപ്പം ഒരു റെക്ടൽ ക്യാൻസർ, മലാശയത്തിലെ ക്യാൻസർ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പം അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി ചെയ്തപ്പോൾ വയറിൻ്റെ സ്കാൻ എടുത്തപ്പം കിഡ്നിയിൽ വേറൊരു ക്യാൻസർ, അപ്പോൾ ഇവിടുന്ന് സ്പ്രെഡ് വന്നതാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് സംശയിച്ചു. അപ്പോൾ നമ്മൾ നെഞ്ചിൻ്റെ സ്കാനും കൂടി എടുത്ത് ശ്വാസകോശത്തിൽ വേറെ ക്യാൻസർ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട് ഒരു ക്യാൻസർ പല സ്ഥലത്ത് സ്പ്രെഡ് ആയിട്ട്. പക്ഷേ ഇത് മൂന്നിൻ്റെയും ക്യാരക്ടർ നോക്കുമ്പോൾ മൂന്നും ഡിഫറൻറ്റ് ക്യാൻസർ ആവാനാണ് സാധ്യത. അപ്പം ബയോപ്സി എടുത്തപ്പോൾ മൂന്ന് ക്യാൻസറാണ്. അപ്പോൾ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള കുട്ടികളാണ്, അവരുടെ മക്കളാണ്. അപ്പം അവർക്ക് എന്തായാലും ഫുൾ ട്രീറ്റ്മെൻറ്റ് വേണം. കാരണം ഇതൊന്നും സ്പ്രെഡ് ചെയ്ത് സ്റ്റേജ് 4 ആയിട്ടില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കാനുള്ള റീസൺ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ട്യൂമർ ബോർഡിൽ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ഡിസ്കഷന് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനായ ക്യാൻസർ നമ്മൾ ട്രീറ്റ് ചെയ്യും. അത് മാറുകയാണ്, കുറേ കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്വാസകോശത്തിനുള്ളൊരു സ്മോൾ സെൽ ലങ് ക്യാൻസറാണ്, അത് വളരെ പ്രശ്നക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് മാറി. ഇത് ഭയങ്കര നന്നായി. അപ്പം 2 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെറ്റ് സ്കാൻ എടുത്തു, അത് തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ബട്ട് അപ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ആസ് എ ഡോക്ടർ നമുക്കത് അറിയാം അതിൻ്റെ ബയോളജി എന്താണെന്ന്. ബട്ട് എന്നാലും ഒരു ഹോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മലാശയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അതിൻ്റെ സമയത്ത് സർജറി, റേഡിയേഷനൊക്കെ കഴിഞ്ഞു. രക്തത്തിൻ്റെ സർജറിയും ഈ കിഡ്നിയുടെ സർജറി ഒന്നിച്ച് ചെയ്തു. അപ്പം 3 ക്യാൻസർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കീമോതെറാപ്പി എടുത്തു. അത് എടുത്തുകൊണ്ടിരിക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നന്നായി പോകുന്നു. പക്ഷേ എടുത്തുകൊണ്ടിരിക്കെ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക്, ഒരു അപസ്മാരമൊക്കെ വന്നു. അപ്പം നമ്മൾ തലയുടെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ 2-3 തവണ തലയുടെ സ്കാൻ എടുത്തിരുന്നു, തലയിലേക്ക് സ്പ്രെഡ് ഇല്ല എന്നറിയാൻ വേണ്ടി. ബട്ട് ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ 2-3 മാസമായപ്പോഴേക്കും തലയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ട്യൂമർ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുമല്ലോ, നമുക്കൊരു വലിയ ഇതൊന്നും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനൊന്നും കൊടുക്കാനില്ല.